ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു നാടൻ പലഹാരമായിട്ടാണ് കാണിക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു ഓട്ടടയാണ് കാണിക്കുന്നത്. മുൻപൊക്കെ നമ്മുടെ വീടുകളിൽ വൈകുന്നേരം ചായയുടെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഉണ്ടാക്കാനും അത് നല്ല എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിനായിട്ട് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു അരക്കപ്പ് ശർക്കരയായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു 100 ഗ്രാമിനടുത്തൊക്കെ ഉണ്ടാവും. എന്നിട്ടത് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കുറച്ച് ഒഴിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇത് നൂൽപ്പരുവൊന്നും ആവണ്ട, ശർക്കര നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നാൽ മതി. അതുവരെ തിളപ്പിച്ചെടുക്കാം. ഈ ശർക്കരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം. പിന്നെ ശർക്കര ഇതുപോലെ ഉരുക്കിയെടുത്തിട്ട് ചെയ്യണമെന്നില്ല. കല്ലും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കര കയ്യിലുണ്ടെങ്കിൽ അത് നാളികേരത്തിൽ ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇതിലിപ്പോൾ കുറച്ച് പൊടിയും കല്ലൊക്കെ ഉള്ള ശർക്കരയാണ്, അതുകൊണ്ട് നമ്മൾ ഉരുക്കിയിട്ട് അരിച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1.5 കപ്പ് വരെയൊക്കെ വേണമെങ്കിലും എടുക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആ ശർക്കരയും നാളികേരം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കരയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഫില്ലിങ്ങിൽ നമുക്ക് ഈ നാളികേരത്തിൻ്റെ കൂടെ വേണമെങ്കിൽ പഴമൊക്കെ ചേർക്കാം കേട്ടോ. നേന്ത്രപ്പഴമോ ചെറുപഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചെറുതായി അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി ശർക്കരയും നാളികേരം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയുടെ കൂടെ ജീരകപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ചെറിയ അളവിലാണ് കാണിക്കുന്നുള്ളൂ. 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള ഒരു 4 ഓട്ടടയ്ക്കാണ് ഉണ്ടാവുക. ഗോതമ്പ് പൊടി താല്പര്യം ഇല്ലെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി. ഇനി ആദ്യം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ആ ഉപ്പ് ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നെയ്യ് ചേർക്കണില്ല, അങ്ങനെ തന്നെ കുഴച്ചെടുക്കുകയാണ്. അതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവിൻ്റെ പരുവെന്ന് പറയുമ്പോൾ ചപ്പാത്തി മാവിനേക്കാളൊക്കെ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള രീതിയിലാണ് വേണ്ടത്. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലുള്ള മാവാണ് വേണ്ടത്. ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ട് വേണം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം 1 കപ്പിനടുത്ത് തന്നെ വെള്ളം വേണ്ടി വരും. എന്നിട്ട് ഈ രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാഴയില വേണം. വാഴയിലയിൽ പരത്തി ചുട്ടെടുക്കുമ്പോൾ തന്നെയാണ് അതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കുറേശ്ശെ മാവ് എടുത്തിട്ട് അതുപോലെ ഇലയിൽ വെച്ച് കൊടുക്കാം. ഇലയിൽ നമ്മൾ എണ്ണയൊന്നും പരട്ടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ പരത്തിയെടുക്കാം. പരത്തുന്നതിന് മുൻപായിട്ട് നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിലൊന്ന് ആദ്യം നനച്ചെടുക്കണം. നനഞ്ഞ കൈ വെച്ചിട്ട് പരത്തുമ്പോഴാണ് ആ മാവ് ശരിക്കും അങ്ങോട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പരത്തുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാതെ പരത്താണ് നല്ലത്. അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് കനം കുറച്ചിട്ട് തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ മാവിൻ്റെ പകുതി ഭാഗം അതുപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇല മടക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓട്ടട ചുട്ടെടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും പരത്തി റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ മൺചട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അതെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അട അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇലയുടെ 2 സൈഡും കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും ആ ഇല മാവ് നന്നായിട്ട് വിട്ട് വരാനും തുടങ്ങിയിട്ടുണ്ടാവും. ഇല മാവുന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ അട നന്നായിട്ട് വെന്തു എന്നർത്ഥം. ഇപ്പോൾ ഇത് 2 സൈഡും വിട്ട് വന്നിട്ടുണ്ട്. ഓട്ടട നമ്മൾ അതുപോലെ 2 സൈഡും ഒന്ന് മൊരിയിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇത് പാനിൽ നിന്ന് എടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. കഴിക്കുമ്പോൾ പുറം ഭാഗമൊക്കെ കുറച്ചൊന്ന് മൊരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്.
അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു ഓട്ടട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്